എന്റെ അമ്മേ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? എങ്ങനെ 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 സാറിന്റെ മോളാ? എങ്കിലും വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ. സോറിട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപശ നടക്കായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിടിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസ്ഥാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. ഓ വേണ്ട വേണ്ടത് സാറേ, DGPയുടെ മുൾക്കുന്ന നിയമം വേറെയാണോ? സാറെ കേസ് ചാർജ് ചെയ്ത് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? DGPയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റി. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാറേ, സാർ ഇതൊരെണ്ണം വായിച്ച് പഠിക്കും. പിടിക്കും സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള ഓർന്ന എന്നാ കിട്ടും? ഉറടിക്കാനുള്ള ചിക്കലി. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. എന്താണ് പ്രശ്നം? എവിടാ നിന്റെ ചന്ദ്രൻ? ചന്ദ്രേട്ടാ, സമരക്കാരെത്തി. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. അങ്ങോട്ട് പോകണ്ട, അവരാകെ വയലിലായിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയാ ഈ പാടത്ത് ചോര വീഴും. എന്റെ സാറേ, ചന്ദ്രൻപിള്ള ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല ഇനി ഒരിക്കലും ഉണ്ടാവൂല്ല. ജയബാല സാറിനെ കൊണ്ടാക്ക്. ചന്ദ്രൻ പിള്ളേ ചന്ദ്രൻ പിള്ളേ ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. നമസ്കാരം. ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ, ചന്ദ്രൻ പിള്ള കയ്യൂരൊക്കെ കേട്ടിട്ടുണ്ട്. കയ്യൂക്കെന്ന് കേട്ടിട്ടുണ്ട്. പുന്നപ്ര വയലാർ. അയ്യോയ്യോയ്യോ, എത്ര വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ. പരിഹസിക്കേണ്ട. കൃഷിഭൂമി നികത്താൻ പാടില്ലെന്നാ നിയമം. ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? ആളെ പരിഹസിക്കുക? അയ്യോ അല്ല സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്നൊരു പാടമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി. കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാൻ ആളില്ല, വിത്ത് വിതയ്ക്കാൻ ആളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമമൊട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ നീ കൊടി പിടിച്ച് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നികത്തൊന്ന് നോട്ടീസ് അടിച്ചിറക്കിയതോ? അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്. നേരെ ചൊവ്വേ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ആവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിലനകത്തൊന്ന് നോട്ടീസ് അടിച്ചാൽ നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ള ഞങ്ങൾക്ക് അറിയാം. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷിപ്പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ? എന്ത് കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത്? നോക്കി നിൽക്കാതെ ജയബാല കൈക്കോട്ടെടുത്ത് കൊടുക്കണേ. നേതാവേ വേണ്ട, വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട. ചാനലുകാരൊക്കെ നോക്കി നിൽക്കുക. ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. അതെ, ഒഴിച്ചിൽ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരം ആകെ ഇളമിച്ചിരിക്കുക.
അത് സാരമില്ല സഖാവേ. വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ഓ, ജയബാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടുക്കട. കൈക്കോട്ടെ കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് മരിക്കാം. ധീര, ധീര, നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. എല്ലാവർക്കും നന്ദി കേട്ടോ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്തത് ക്ഷീണിച്ചോ? അച്ഛാ, ആ, എന്തായി കുട്ട മത്സരം? അച്ഛന്റെ മാനം കളഞ്ഞില്ല. ഫസ്റ്റാ. മോനെ, മോനാണ് മോൻ. അതിലെന്തട അത്ര അത്ഭുതം? പഠിക്കുമ്പോ ഞാനും ഒന്നാമനായിരുന്നില്ലേ? വെറുതെ നോണ പറയല്ലേ അച്ഛാ. അച്ഛന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്സ് ഞാൻ കണ്ടതാ. എന്ത്? എല്ലാത്തിനും പട്ടപൂജ്യം അല്ലേ? അത് പിന്നെ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നോണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ. അല്ല, ഏതിനത്തിലായിരുന്നു അച്ഛൻ ചാമ്പ്യൻ ആയത്? ഹൈ ജമ്പിൽ ജമ്പ് ചെയ്ത് മുഴുവൻ മതിലുകളും വേലികളാണെന്ന് മാത്രം. ജയബാല നിർത്തി. ഇതാരാ? അച്ഛനെ കാണാൻ വന്നതാ. ഓ, ആ തെങ്ങ് കയറാൻ ആളെ വിടാന്ന് കൃഷ്ണമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ന്യൂ ജനറേഷനിലെ തെങ്ങേറ്റക്കാരനാ. തളപ്പ് കൊണ്ടുന്നില്ലേ? അയ്യോ അച്ഛ, ഇത് തെങ്ങുകയറ്റക്കാരനല്ല, ഒളിമ്പ്യനാ. ഒളിമ്പ്യൻ. എന്ത്? ഒളിമ്പ്യൻ മാത്തൻ സാറ്. ഒളിമ്പിക്സിൽ പണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാ. ഓ, ഞാൻ എന്തൊരു മണ്ടന. തെങ്ങേറ്റക്കാർക്ക് കുടവേറുണ്ടാവില്ല എന്നുള്ള കാര്യം പോലും ഓർക്കാതെ ഇതെന്താണ് പ്രസവിക്കാറല്ലേ? ഉണ്ടായിരുന്നു. സാറ് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ ചന്ദ്രൻ. ഇത്രയും നേരം തന്നെയും കാത്ത് ഞാൻ ഇവിടെ ഇരുന്നത് അപ്പുവിനെ കുറിച്ച് പറയാന്. മിടുക്കനാണിവൻ. സൈക്ലിംഗിൽ ശോഭനമായൊരു ഫ്യൂച്ചർ ഇവനെ ഞാൻ കാണുന്നു. പക്ഷേ ആ കഴിവൊന്ന് വളർത്തിയെടുക്കണമെങ്കിൽ ചന്ദ്രൻ കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഉണ്ട് സർ, എന്നാലാവുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് സർ. അങ്ങനെ എന്തെങ്കിലും ചെയ്താ പോരാ. ഉദാഹരണത്തിന് ഈ സൈക്കിൾ, ഇതല്ല ഇവന് വേണ്ടത്. ഇപ്പൊ കിട്ടാവുന്നതിനും വെച്ച് ഏറ്റവും നല്ല സ്പോർട്സ് സൈക്കിൾ ഇവന് വാങ്ങിക്കൊടുക്കണം. കാശൊരല്പം കൂടും. ഒരു 2-2.5 ലക്ഷം രൂപയാവും. അത്രയും പൈസക്ക് കാറ് കിട്ടുമല്ലോ. കിട്ടുമായിരിക്കും. പക്ഷെ കാർ ഓടിച്ച സൈക്കിളിങ്ങിനുള്ള മെഡൽ കിട്ടില്ല. അപ്പുവിന്റെ കാര്യത്തില് ഞാൻ കാശ് നോക്കാറില്ല സർ. ഗുഡ്. നല്ല മാതാപിതാക്കളാണ് നല്ല തലമുറയെ സൃഷ്ടിക്കുന്നത്. ഓ, നല്ല അച്ഛൻ, നല്ല അമ്മ, നല്ല അധ്യാപകൻ, നല്ല സുഹൃത്ത്, ഇവരാണ് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കുന്നത്. എന്തു പറ്റി? ഒന്നുമില്ല. നമ്മൾ കുളക്കരയിൽ 2 ബിരിയാറായ മുട്ടകൾ വെക്കുന്നു. എന്തിന്? എന്തിന്? പറയാം. ഒന്ന് താറാവിന്റെയും മറ്റേത് കോഴിയുടെയും. മുട്ടകൾ വിരിഞ്ഞാലുടനെ താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, കോഴിക്കുഞ്ഞ് കരയിലേക്ക് മൂടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് പണ്ടുതൊട്ട് അങ്ങനെയാണല്ലോ. നമ്മളായിട്ട് ഇനി അത് മാറ്റണോ? നമ്മളായിട്ട് ഇനി അത് മാറ്റണോ? മാറ്റണം. മാറ്റാം. ഓരോ ജീവിയിലും അതിന്റെ പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവ് കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ നിയോഗം വലിയൊരു സൈക്ലിംഗ് ചാമ്പ്യൻ ആവുക എന്നതാ. എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടി കളിക്കുന്നത്? എന്തെങ്കിലും അസുഖമുണ്ടോ? അത് ബാധയുടെ ഉപദ്രവം തുടങ്ങിക്കൊണ്ടാ. അവൻ ചുമ്മാ പറയുന്ന സർ. സാറ് പറഞ്ഞു. അപ്പൊ അപ്പുവിന്റെ മുട്ട, സോറി, താറാവിന്റെ മുട്ട. അപ്പുവിന്റെ ആ കഴിവ്, അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെടുത്തിയെടുക്കേണ്ട ജോലിയാണ് നമ്മൾ മുതിർന്നവർ ചെയ്യാനുള്ളത്. അയ്യോ, ചോക്കോ. ടീച്ചറപ്പ എത്തി. നല്ല ഉന്നോട്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഒരെണ്ണം ഒഴിച്ച്. ഇത്ര ഉന്നുള്ള സ്ഥിതിക്ക് ഇതിനി വെച്ച് നീട്ടാണ്ട് അങ്ങ് നടത്തണം. ടീച്ചർക്ക് നല്ലൊരു അമ്മയും ഭാര്യയാവാൻ പറ്റും. എന്നാ ഇറങ്ങട്ടെ. നിന്റെ മറ്റേ അപ്പോ പറഞ്ഞതൊന്നും മറക്കണ്ട. മുട്ടയുടെ കാര്യം അല്ലടോ, പ്രാക്ടീസ്. അതാണ് ഒരു കായിക താരത്തിന്റെ കരുത്ത്. വരട്ടെ. ഓ, ചായ എങ്ങനെയുണ്ട്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ എന്റെ മോന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്? നീ എത്ര നടന്നാലും എന്നെ കെട്ടണം എന്നുള്ള നിന്റെ മോഹം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നു. അതിന് ചന്ദ്രേട്ടനെ കെട്ടണം ആര് പറഞ്ഞു? എനിക്ക് അപ്പുവിന്റെ അമ്മയാവണം. അതിന് കല്യാണം അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. അപ്പു, ഒന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്ന നിന്റെ അച്ഛന്. ഇതും കൂടെ പറഞ്ഞു മനസ്സിലായി കൊടുക്കണേ.
മനസ്സിലേക്ക് കിടക്കും. കണക്കൊക്കെ ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചേക്കണം. പട്ടാപ്പാടി നിലവിളക്ക് വെക്കുന്നോ? തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് അനുഭവം ചോദിക്കാതെ കയറാൻ? എന്റെ അമ്മാവനാ. അല്ല യവൻ കരുതി പല രാജാവുമായിരിക്കുന്നല്ലേ? അല്ല, കൊട്ടാരം വിദൂഷകനാണെന്ന് വിചാരിച്ചു. ഇവനാരാ മനസ്സിലായില്ല? എന്റെ ഗുമസ്തനാ ഉർമീസ്. എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ആശാൻ നല്ലൊരു കുക്കും കൂടിയാ. കുക്ക് നിന്റെ ഈ അമ്മാവന് എന്താ പറഞ്ഞേ? ഈ ബുക്ക് അമ്മാവന് കൊടുക്കട്ടെ ചോദിച്ചാ? അമ്മാവൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വന്നപ്പോ നിങ്ങളെ ആരും ഇവിടെ കണ്ടില്ല. എന്നാ പിന്നെ ഈ കൊട്ടാരൊക്കെ ചുറ്റിടന്ന് കണ്ടേക്കാവുന്നത്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ, എല്ലാം നല്ല ഉരുപ്പടികളാണ്. ഈ മച്ചൊക്കെ പഴയ തേക്കിന്റെ കാതല. ഈട്ടിയാ? ഈട്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് ഭരണം? കുഴപ്പമില്ല, ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല. വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം, അത് നമുക്കൊരു അന്തസ്സ. ഞാനുമായിട്ട് ഈ സ്ഥാനത്തിന് പിടിവലി ഉണ്ടാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി എനിക്ക് 4 വർത്തമാനം പറയണം. ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മാവ. നീ ശ്രമിക്കണ്ട. ഇല്ലേ, ഈ ഒരു ചായ ഇട്ടുണ്ടോ? അമ്മാവന് പോകാൻ ധൃതിയുണ്ട്. വിത്തൗട്ടല്ലേ? കണ്ടാൽ അറിയാം വിത്തൗട്ടാണെന്ന്. ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാന്. ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഗന്ധി എന്ത് പറഞ്ഞു അമ്മാവ? ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നൊക്കെ അവൾക്ക് വേണ്ടിട്ടല്ലേ. അവൾ എതിർപ്പൊന്നും പറയില്ല. ചായ റെഡി. ചൂട് ലേശം കുറവാ. അസല് ചായ, നല്ല കൈപ്പുണ്യം. ഈ തിരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ? ഗുമസ്തപ്പണി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കുക്കായിട്ടെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോ ആലോചിക്കാം. ഇവിടെ അത് അമ്മയും അപ്പൂപ്പനൊക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട്. ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധജനങ്ങളെ വലിച്ചഴക്കണോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം. ഇന്ന് രാത്രിയോ? അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മാവ? പിടിപിടിന്ന് ചെയ്യേണ്ട കാര്യമാണോ? എന്തോന്നൊരുക്കം? ഒരു ലോറി പിടിക്കണം, 2 ചുമട്ടുകാരെയും വിളിക്കണം. ചുമട്ടുകാരോ? ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യൻ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും അമ്മാവ? എന്താ ശരിയാകാത്തത്? ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു? സർക്കാരിനെ നക്കാപ്പിച്ച സിറ്റിംഗ് ഫീസ് മേടിക്കാനോ? എടാ, ഒരു കേസ് 100 രൂപയ്ക്ക് കിട്ടിയോടാ നിനക്ക് ഇതിന്റെ 10 ഇരട്ടി. ഇത് നിയമവിരുദ്ധം അമ്മാവ, അല്ലേ ഓർമ്മിസേ? IPC 304. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. കൊട്ടാരം വക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം. യാതൊരു മാനദണ്ഡവുമില്ലാതെ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് പ്രകൃതി വിരുദ്ധം. എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ, എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്. കിട്ടാവുന്ന അത്ര ഇവിടുന്ന് അടിച്ചു മാറ്റണം. ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാവാ. ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളതാ. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയേണ്ടത് ഞാനാ. അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ അതിന്റെ പരിധികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹോൾസ് നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നും മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. അതിന് ഞാൻ വക്കീലല്ലല്ലോ. വക്കീലല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ. നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു. മടുക്കണ്ട, ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. അനന്ത, ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ, സർക്കാരിലേക്ക് കണ്ടുകെട്ടി പോകേണ്ട മുതലല്ലേ. പോയിന്റ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ഉണ്ടുപടുത്തവൻ എന്തിനാടാ ഉരുള? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്കൂടി അവകാശപ്പെട്ടതാണ്. ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും. സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലിവണ്ടി വിടണോന്ന് നീ തീരുമാനിക്കുക. അതെ. ഓ, എന്തൊരു മഹാൻ. പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നത്. വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും 1 രൂപ പോലും കടം മേടിക്കാത്ത ഞാനാണ് ഇപ്പോ. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? കപ്പ, വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. അധികാരത്തിൽ ഇരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ? ആദ്യമായതുണ്ടായി മനപ്രയാസം, ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ. അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ? രാജയോഗത്തിന് വിധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അകത്ത് കിടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചല്ലേ കഴിയും. അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ നിന്റെ കശ്മലൻ അമ്മ അവനെ കൊണ്ടുവച്ചു വാ. ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ. ഓ, ഈ പാതിരക്ക് ഏത് തണ്ടിയാ ഉറക്കളച്ച് ഇതൊക്കെ കാണാനിരിക്കുന്നത്?
അതെന്താ അവനെ പേടിപ്പിച്ചതാ? ഞാനാ സാക്ഷി. ആഹാ, നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്നാ? ലോറി, തടി, പോലീസ്, ജയില്, എനിക്കൊരു പണിയായി. എന്നാ വരട്ടെ സാറന്മാരെ. ദേവൻ രക്ഷപ്പെട്ടു. വിടരുന്നവനെ പിടിച്ചോ. അവനെവിടെ പോയി? വിടല്ലേ? എന്റെ പുറകെ ഓടാ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവനെ വിട്ടാ പറ്റില്ല. പിടിച്ചോ. എന്നെ അങ്ങനെ കിട്ടത്തില്ല. എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരു ആശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതെന്റെ കണ്ണിൽ തന്നെ പെട്ടു. പോട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല പാചകമാണല്ലോ. ഉർമീസിന് മുമ്പ് കുശിനിപ്പണിയായിരുന്നോ? ഇപ്പൊ കുശിനിപ്പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം. അത് പോകെ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്. പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുമോ? അത് പഴഞ്ചോറായില്ലേ? പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നതല്ലേ? അതെ. എന്താ ചുമ്മാ? എന്ത് ചുമ്മാ? വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ടേ മാറിയിരുന്നേ. മതി ശേഖരൻ. ഒത്തൊരുമ. ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ. ആത്മഹത്യ ചെയ്യാൻ മാരുതി ജിപ്സി തന്നെ വേണമായിരുന്നു അമ്മവാ. ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായനെ. വീട്ടിൽ നിന്ന് പറഞ്ഞാണോ പോന്നെ? ആ പെമ്മിനെ പിടിക്കാൻ വരിക. നിന്റെ മോന്തടിച്ച് സാറേ, ഞാൻ ആ ലേഡീസ് ഷോപ്പിന് മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറയോടി. പെമ്പിള്ളേര് പിടിക്കുന്നത് എന്തിനാ? നേരത്തേക്ക് കൊണ്ടുപോവാൻ. അയ്യേ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരും ഇല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സാർ. മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിനെ കളവൻ തന്നെ വേണോ? ഒന്നും പറയണ്ട. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെ ആയിപ്പോയില്ലോടാ. ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നടക്കുക. ഞങ്ങളുടെ ലവ്ലാൻഡിലെ. അതെ, ലവ്ലാൻ. ലവ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രേമ തീരം. എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ഇയാളെ വിട്ടു തരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേര് അനാഥരാകും. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ മുട്ടും. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ കാര്യം അറിയാതെ. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. പറയുന്നേ അമ്മ കയറി. നീ പറയില്ലേക്കാ അമ്മ. അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ മാറിയടേ. ഞങ്ങൾ സമ്മതിക്കില്ല. സൈഡ് പ്ലീസ്. ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുക സർ. പ്ലീസ് ഇയാളെ കൊണ്ടുപോകണ്ട സാർ. കണ്ടിട്ട് അത്ര ചെയ്യാന്ന് തോന്നുന്നില്ല. മോളെ, ഈ അമ്മാവന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? 3-ാം മാസം പച്ചമാങ്ങയിലെ പുളി ഒഴിക്കും. പോ. ഏതായാലും ആ പെമ്പിള്ളേരെ രക്ഷപ്പെട്ടു നന്നായി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെ ഉള്ളതിന്റെ പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ചെക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഓട്ടെ അമ്മാവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാന്നാ അവന്റെ വിചാരം. അതൊക്കെ പോട്ടെ. ചേട്ടൻ എവിടെ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടില്. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്തെന്ന് വെച്ചാ? തൃശ്ശൂര്. പോക്കാണെന്ന്.
തുടങ്ങിയിട്ട് എത്ര നാളായി? 5-6 കൊല്ലമായി. ദേഹോപദ്രം ഉണ്ടോ? ഉണ്ടല്ലോ. കേട്ടിഞ്ഞ് പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പോടാ. ഇടി. ഇല്ലടാ, ഗുണമില്ലേ? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവുമോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വരൂ, നമുക്ക് പോ. ചതിക്കരുത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു. ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണേലും ചെയ്തോളൂ. ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. അഴിച്ചു വിടുകയല്ലേ? അഴിച്ചുവിട്ടോളൂ. ലോഡൊന്നും ഇറക്കിക്കോളൂ. വേഗം മോളും ചെല്ലേ. പെട്ടെന്ന് പെട്ടെന്ന്. ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. മാറിക്കിട്. അയ്യോ അയ്യോ പാടാം പാടാം ആരോമശേഖവക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ വട്ടുപിടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ? കോമലാളെ കണ്ടു ഞാൻ പൂനിലാവിൽ. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോവാണെങ്കിലേ പിടിച്ചേരാൻ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്. വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. See you. Bye. എന്തോ? നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ജോലിയൊക്കെ സ്വന്തമായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്? അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ച് വന്നുണ്ടല്ലോ. ഓ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തലയെ കെട്ടിവെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞ് കേൾക്കാനിട്ട്. അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതേടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ് ലാൻഡിലെ പെണ്ണ്? ആ, ഒരു അമ്മാവന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ടം അവള് തന്നെയാ. അതിനേക്കാളും നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാന്തേവി നിന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുതട്ടാ. ലവ് ആണോ? സീരിയസ്? എങ്കിലും ഞങ്ങൾ മുതിർന്നതൊന്ന് ആലോചിക്കട്ടെ. അതിനുമുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരം ചുറ്റി കളിച്ചാ അമ്മയെ കൊണ്ട് ചെവി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. തെണ്ടിച്ചക്ക. ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു. അതിന്റെ കാര്യം എന്താ താമസിച്ച്? ബസ് ലേറ്റായി. കൺസെഷൻ റിന്യൂ ചെയ്യണമായിരുന്നു. മമ്മിക്ക് സുഖമില്ല. ഇതിൽ ഏത് എക്സ്ക്യൂസ് ആണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കൊന്നു കഴിഞ്ഞല്ലേ? ഇന്നിനി അത് പറയാൻ പറ്റത്തില്ലോ. എന്താ എന്താ ഉണ്ടായെന്ന് പറയൂ. സാറ് വിശ്വസിക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ മാസം മരിച്ചുപോയ അപ്പൂപ്പൻ ഉയർത്തെണീറ്റോ? അല്ല, ഇന്നലെ പിന്നെയും മരിച്ചു. കുട്ടിയോടെ വന്നേ. ഇന്നലെ പിന്നെയും മരിച്ചുപോയ തന്റെ അപ്പൂപ്പന്റെ പിണ്ടാടിയന്ത്രം കൂടി കഴിഞ്ഞിട്ട് താനി എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. പുറത്തു പോ. രാവിലെ
കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്. പിന്നെ ഞാൻ വിചാരിച്ചു മാസം അവസാനം ആവുമ്പോഴാണല്ലോ സാധ്യത പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവരിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 മണിക്ക് കോടതിയിലെത്താണല്ലോ. ലൈസൻസ് എടുക്കടാ. ഓ ലൈസൻസ് എടുക്കടാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ? ഓ അങ്ങനെ. ഓ ഇങ്ങനെയാ സാറേ, ഇത് വക്കാലത്ത് നാരായണൻകുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ. അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇരിക്കാ. ഇവനെ ജീപ്പിലേക്ക് എടുക്കടാ. ഇവനെ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് എടുക്കടാ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങളിട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വക്കാലത്ത് അയ്യോ, തീർന്നോ? വെള്ളം ചേർത്താണെന്ന് അറിയരുതേ ഭഗവാനെ. അമ്മൂമ്മേ വന്നു. ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് നീ കരുതി കാണുമോന്ന്. ഓ എന്റെ അമ്മൂമ്മ കാശ് കയ്യില്ലാത്ത നേരെ ചാകണ കാര്യം മാത്രം പറയാതെ. അതെന്താടാ, ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ട്, നിലവറയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ. എന്റെ മക്കളെ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെലവാക്കണം. കാലത്ത് തന്നെ എന്റെ കൺട്രോൾ കളയരുത്. ഇതോട് കഴിച്ചേ പിടിക്കും. എത്ര വലിയ തറവാട്ടി ജനിച്ചവളാ ഞാൻ. ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കേണ്ട ദേഹമായി ഇത്. എന്നിട്ടിപ്പൊ പറയണത് കേട്ടില്ലേ? അമ്മൂമ്മേ, കാലത്തേരുന്ന് ഫ്ലാഷ് ബാക്ക് പറയാതെ അത് അകത്താക്കാൻ നോക്ക്. എനിക്ക് ആണുങ്ങളുടെ വാടി പോകാനുള്ളതാ. പ്രേമേന്ദ്ര, എന്റെ ഗുളിക തീർന്നോ മക്കളെ? ഉണ്ടെങ്കിൽ 2 എണ്ണം കുടിഞ്ഞതാ. ഇത് പഞ്ചാര മിഠായി അല്ല വലിച്ചു വരി തിന്നാൻ. ഹോമിയോ മരുന്ന. അച്ഛാ അച്ഛാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ കിടന്നുറങ്ങണമെന്ന് അയാൾ പറഞ്ഞത്? ഇത്രയും നേരം ഉറങ്ങിയതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഇതെനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ. അല്ല, ഇത് വയറിളക്കം നിൽക്കാനാ. എന്റെ അമ്മയെ, ആരാടാ എനിക്ക് വയറിളക്കമാണെന്ന് പറഞ്ഞത്? ഇളക്കം പോട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ആർക്കാ ഇളകിയത്? പ്രേമചന്ദ്ര, അയ്യോ ഇളകിയത് എനിക്കാടാ. ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനങ്ങനെ കറങ്ങി കിടക്കുന്നത്? അപ്പൂപ്പിന് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അടങ്ങി ഒതുങ്ങി തന്നെയാടാ ഇത്രയും നേരം ഞാൻ കക്കൂസനകത്ത് ഇരുന്നത്. ആ മരുന്ന് ഇങ്ങതാടാ. ഉണ്ടായിരുന്ന അച്ഛൻ കുടിച്ചു, ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം. കൊണ്ടോറടങ്ങാൻ വേഗം വരണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കക്കൂസിലെങ്ങാനും വീണ് കിടക്കണ്ടാവും. മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയാ മതിയായിരുന്നു. എന്ത് പറ്റി മുത്തശ്ശാ? മുത്തശ്ശ, എന്താ എന്ത് പറ്റി? വലിക്കാൻ പറ്റുന്നില്ല. ഈ പണ്ടാറപ്പ് വലിച്ചില്ലെങ്കിൽ എന്താ? അതല്ല, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. നീ പോയിന്ന് വൈദ്യരെ വിളിച്ചോണ്ട് വാ. അതുകൊള്ളാം. മേശയും കസേരയും പിടിച്ചിടാൻ വേണ്ടി എടുക്കാനുള്ള ലീവ് അല്ല ക്യാഷ് ലീവ്. ആർക്കാ എപ്പോഴും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ പ്രായമായിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ ലീവ് എടുക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ ഒന്നും ചാവത്തില്ലടാ മോനെ. അല്ല, അത് ഞാൻ വേണ്ട വേണ്ട വേണ്ട. അല്ല, പാല് കാച്ചിനോ ആരെയും വിളിച്ചില്ല. അയൽവക്കത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയെങ്കിലും വേണ്ടടാ പ്രേമ. അതിന് പ്രേമേട്ടൻ സാമൂഹ്യ ജീവി അല്ലല്ലോ അമ്മേ. പിന്നെ ഇന്ന് കാലത്ത് ഇങ്ങോട്ട് ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് അമ്മയ്ക്കും വരുമ്പോ ശ്വാസം മുട്ടി തുടങ്ങിയോ? എന്തിനാ പരിചയപ്പെടുന്നെന്ന്? തേങ്ങാമുറിക്കും തീപ്പെട്ടിക്കുള്ളിക്കും വേണ്ടി അയൽവക്കത്തേക്ക് ഓടാനേ ഇത് നാട്ടുമ്പുറമൊന്നുമല്ല, VIP കോളനിയാ. അപ്പൊ അതിന്റേതായിട്ടുള്ള പൊങ്ങച്ചവും പത്രാസൊക്കെ കാണും. ആരുമായിട്ട് അത്ര അടുപ്പൊന്നും വേണ്ട. നമ്മളായി നമ്മുടെ പാടായി. അങ്ങനെ കഴിഞ്ഞാ മതി.
സായിപ്പ് പോയില്ലേ? നേരെ ഇരുത്തിയില്ലേ? ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുന്ന എങ്ങനെയാ? നാളെ പോയാ മതിയെന്ന് ഞാനാ പറഞ്ഞേ. ഓ, ഈ കോലാഹലം കേട്ടിട്ട് എങ്ങനെ ഉറങ്ങുന്നു? നല്ല ക്ഷീണമുണ്ട്. ഒന്ന് പതുക്കെ വെച്ചൂടെ നിനക്ക്? വെസ്റ്റേൺ മ്യൂസിക് കേട്ടാ മലയാളം വാദ്യാർക്ക് പനി വരുമെന്ന് അറിയില്ലേ? വെറുതെ എന്തിനാ നീ ചേട്ടന്റെ കാഷ്വൽ ലീവ് കളയിക്കുന്നത്? അവൻ രാവിലെ തന്നെ പോവില്ലല്ലേ? അവൻ ഇവിടെ നിന്നാൽ എന്താ? തടി കേടാവും. ശാന്തിനഗറിലെ പെമ്പിള്ളേർക്ക് കത്ത് കൊടുക്കാനേ ഇവിടെ പോസ്റ്റ്മാനുണ്ട്. ഒരിക്കലും ഒരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് എപ്പോഴും അത് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുന്നത് എന്തിനാ? എന്തിനാന്നോ? എന്റെ സ്റ്റുഡൻസിന്റെ പേരൻസിന്റെ മുമ്പിൽ ചമ്മിയത് ഞാനാ. അവൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ മലയാളത്തിന് ആരാ ട്യൂഷന് വരിക? നിന്റെ ഈ മലയാളത്തെ കുത്തിയുള്ള വർത്താനമുണ്ടല്ലോ, കുറെ നാളായി ഞാനത് കേൾക്കുന്നു. മറ്റു ഭാഷകളെ പോലെ തന്നെ മഹത്വമുള്ള ഭാഷ തന്നെയാ മലയാളവും. മലയാളം മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉള്ളത് നല്ലതാ. പറയുന്ന ആൾ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് കളക്ടർ ഉദ്യോഗം വഹിക്കുകയാണല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ? ധൈര്യമായിട്ട് പറയാലോ BA ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. നമുക്ക് ഉറങ്ങാം. സുലോചനെ, സുലോചനെ, എന്താ? നീ ആരോടെങ്കിലും പത്രം ഇടാൻ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ ആരാ അതിൽ അവിടെ കൊണ്ടിട്ട്? ഞാനാട്ടെ. സാർ എണീറ്റോ? അത് ഞാൻ കിടപ്പിലല്ലായിരുന്നല്ലോ. അല്ല, ഉറക്കത്തിൽ എണീറ്റോന്ന് ചോദിച്ചേ. എണീക്കാതെ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? താനാണോ അതെല്ലാം കൂടി ഇവിടെ കൊണ്ടിട്ട്? അത് ഏത് ബ്രാൻഡാണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് എല്ലാ പേപ്പേഴ്സും കിടക്കട്ടെ എന്ന് കരുതി. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാലോ. ആരോട് ചോദിച്ചിട്ട്? എക്സ്ക്യൂസ് മീ, ആരോടും ചോദിച്ചിട്ടല്ല. ഇന്നലെ ഇവിടെ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. സാറിന് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? ഇതിനിപ്പോ എത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? എന്റെ ഒപ്പീനിയൻ പറഞ്ഞ ഇംഗ്ലീഷ് പത്രം വാങ്ങുന്നതാണ് നല്ലത്. മലയാള പത്രം എന്തിനു കൊള്ളാം? 2 കിലോ പഞ്ചസാര തികച്ചു പൊതിയാൻ കൊള്ളൂല. ഇംഗ്ലീഷ് ആവുമ്പോ 5 കിലോ അരി സുഖമായിട്ട് പൊതിയാ. ഇനി പൊതിയണ്ടെന്നാണെങ്കിൽ തൂക്കി വിറ്റാലും കാശ് കൂടുതൽ കിട്ടും. ഇവിടെ മലയാള പത്രം മതി. ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ മലയാളം നല്ലേ. അല്ല, മന്ത്ലി വീക്കിലീസ് ഒന്നും വേണ്ടേ? വേണം. വനിത, നാന, ചിത്രഭൂമി, വെള്ളി നക്ഷത്രം, മഹിളാരത്നം, ഗൃഹലക്ഷ്മി. താങ്ക് യു. നീ എന്താ പെട്ടിക്കട തുടങ്ങാൻ പോണോ? സാർ ഇടയ്ക്ക് കയറിയ ഫ്ലോ നഷ്ടപ്പെടുത്താതെ പ്ലീസ്. ചേച്ചി പറഞ്ഞോളൂ. ഇപ്പൊ ഇത്രയും മതി. വീട്ടിൽ ഒരിക്കൽ സെർവന്നെ വല്ലതും വേണം. ആ പണി ഉണ്ടോ എനിക്ക്? അത് മാത്രല്ല, വീട് വിൽക്കണം. ഉടനെ വേണ്ട, ലോൺ അടച്ചു തീർന്നിട്ടില്ല. ഞാൻ ഫ്രാങ്കാ. മുടക്ക് മുതൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഡിസ്പോസ് ചെയ്താലെന്താ? പരിചയക്കാർക്ക് ആർക്കെങ്കിലും വീടോ സ്ഥലമോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ, നിലം തുടയ്ക്കാനും തുണി നനയ്ക്കാനും ഒരു ജോലിക്കാരിയെ കിട്ടിയാ കൊള്ളായിരുന്നു. ഐ വിൽ മാനേജ് ഇറ്റ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, such a personal intervention of the chief minister cannot be treated as an indication of the corrupt motive. That's all, Your Honor. Hey, stop it, I say. കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴി സത്യമായിരിക്കും. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. എന്താണ് ജോലി? ഒരു വക്കീലാണേ. സനതെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വക്കീലാവുമോ? ഓർഡർ. വക്കീൽ എന്തെടുത്തു എന്നാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി, സനത് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. ഇയാൾ വക്കീൽ പരീക്ഷ പാസ്സായത്. റാങ്കോടെ പാസ്സായി. ഓഹോ, ഒരാൾ എങ്ങനെയെങ്കിലും വക്കീൽ പരീക്ഷ പാസ്സായി കറുത്ത കോട്ടും ഗൗണും അണിഞ്ഞ് കോടതി വളപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടോ ബാർ അസോസിയേഷൻ ഹാളിൽ നിന്ന് ചീട്ട് കളിച്ചത് കൊണ്ടോ വക്കീലാവണമെന്നുണ്ടോ? ഞാൻ ചീട്ട് കളിക്കാറേ ഇല്ല, യുവർ ഓണർ. വെറും ഓണർ അല്ല, ഹൗസ് ഓണർ എന്ന് കൂടി പറയൂ. ആ ശരി, വിചാരണ തുടരട്ടെ. സ്വന്തം പിതാവിനെ പോലെ ഒരു വക്കീലായി ഷൈൻ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഓർഡർ. കോടതിയിൽ വെച്ച് ഇത്തരം ദുശീലങ്ങളാകാമോ? മദ്യപാനം, പുകവലി, വെറ്റിലമുറുക്ക് എന്നിത്യാദി ദുശീലങ്ങളിൽ നിന്നും മൂക്കിപ്പടി കോടതിയിൽ വർജ്യമല്ലെന്നാണ് ഈ ഉള്ളവൻ സ്വന്തം അപ്പനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പ്രതി മൂക്കിപ്പടിയുടെ കാര്യത്തിൽ മാത്രം സ്വന്തം പിതാവിനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്.
എന്നാൽ പോലീസ് ഭയം, അമിതമായിട്ടുള്ള വാചകമടി എന്നിങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രതി സ്വന്തം പിതാവിന്റെ യശസ്സിന്റെ 7 അയലുകത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനം, യൗവനം എന്നിവ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചട്ടങ്ങളിലൂടെ നീതിയും ന്യായവും നടപ്പാക്കി ഓരോ പൗരനും പരമാവധി നീതിയും സംരക്ഷണവും നൽകുക എന്നുള്ള നിയമത്തിന്റെ പ്രധാന ലക്ഷ്യവും പരിഗണിക്കുന്നില്ല എന്ന കുറ്റവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ. പൊള്ളിയോ? പൊള്ളുന്ന പരമാർത്ഥങ്ങളല്ലേ നീ പറഞ്ഞത്? നാളെ തന്നെ നമുക്ക് ആ ഈശ്വര സുബ്രഹ്മണ്യനെ ഒന്ന് കാണണം. എത്ര അഡ്വക്കേറ്റ്സിനെയാ അയ്യര് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഗുഡ് നൈറ്റ്. നീതുവിന്റെ ആഴ്ച ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഓ, ഞങ്ങളോടാരും പറഞ്ഞില്ല. നീതു കണ്ടതാണല്ലോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ദേ, കുട്ടികളോട് ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. മര്യാദയ്ക്ക് പട്ടിക്കുട്ടിയെ തിരിച്ചു കൊടുക്ക്. സിസ്റ്റർ, ഞങ്ങൾ അങ്ങനെ ചീപ്നെസ് കാണിക്കൂ. വി ആർ വെരി ഡീസന്റ്, ജെന്റിൽ, ലവിംഗ് യങ്സ്റ്റേഴ്സ്. But you look like a criminal. And you too. ചേച്ചി ആശി അകത്തുണ്ട്. അല്ല, ഇതെങ്ങനെ അകത്ത്? നമ്മൾ ഇല്ലാത്ത ടൈമിൽ വല്ലോ ഇനി കേറി. ഞാൻ വിചാരിച്ച ടേപ്പ് റെക്കോർഡിന്റെ സൗണ്ട് ആയിരിക്കും. അതെ, ഞാനും അതങ്ങനെ മേലെ കയറി. ആഷി, get down. ആഷി, come down. ആഷി ഡാർലിംഗ്, കം ഡൗൺ. ചേച്ചി ആഷി താഴെ വരുന്നില്ലല്ലോ. മേ ഐ ഹെൽപ്പ് യു? No, thanks. ആഷി. ആഷി. സോറി. പോട്ടെ. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റിവെക്കണം. അഡീഷണൽ ആയിട്ട് എന്ത് ചെലവ് വന്നാലും അതിന് വകുത്തുണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക. ഓ, തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും. അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്. കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് എത്തും, ഏർപ്പാടാക്കിണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ? എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വിഴുങ്ങാലോ. ഹലോ, ആ രജിസ്റ്റർ ഇങ്ങോട്ട് വെച്ചേട്ടാ. ഞാനും ഒന്ന് നോക്കട്ടെ. ഇവിടെ എത്ര പടം വരവുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട്, ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാറേ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവി അടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കില്ല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്. ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ. പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കോ അടച്ചാ തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ചാ തല്ലി പോവും. അതൊരു ദുശീലായിപ്പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ, ഈ ശത്രുത പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശംഖുമാമനെ തല്ലിയ വകയിൽ ഒരു കടം ബാക്കിയുണ്ട്. അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. ഓ, എന്തിനായി കൊലച്ചിരി? ഇത് വീരകേസരി അനന്തൻ തിരുമനസ് വാഴുന്ന കൊട്ടാരമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചെയ്യും. ഞാൻ അറിയാതെ നേരത്തെ വീശിയല്ലടാ. വേണ്ട, എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ, തിരുമനസാണ് നിന്റെ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുകുടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേടാ, അല്പം തന്നെയാ. മുത്തുക്കുട പിടിക്കും, നട്ടുച്ചയ്ക്കും പിടിക്കും, നട്ട പാതിരയ്ക്കും പിടിക്കും. നിനക്ക് ഇവിടെ നിക്കണമെന്നുണ്ടെങ്കിലേ എന്റെ മന്ത്രിയായിട്ട് ഇവിടെ കഴിഞ്ഞോണം. അല്ലെങ്കിൽ കെട്ടും കെട്ടി നിന്റെ മഞ്ഞപ്പുറയ്ക്ക് പോടാ മാപ്പിളെ. ഗുമസ്തന്മാർക്ക് ഈ നാട്ടില് പഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ കൊട്ടാരത്തിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ അനന്തപത്രമല്ല.
ആരാ മനസ്സിലായില്ല? ഞാൻ നന്ദനവർമ്മ. എങ്ങനെ വർമ്മ? നന്ദനവർമ്മ, കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ. അതുകൊണ്ട് തന്നെ ഈ പാലസിന്റെ ഏറ്റവും അടുത്ത അവകാശി. അവകാശം ആർക്കാണെന്ന തർക്കം കോടതിയിലാണല്ലോ സാർ വന്നത്. ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോന്ന് അറിയാൻ. 2 പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല, ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കോ? റിസീവർമാര് ഭരിച്ച് നന്നാക്കിയ ചരിത്രമല്ല, നശിപ്പിച്ച ചരിത്രം എന്ന് വരെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കാണും, പക്ഷെ ഞങ്ങൾ അത്രക്കാരല്ല. വി ആർ മിസ്റ്റർ ക്ലീൻസ്. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട്, മണിയനീച്ച. ഉർമീസേ ഇല്ലേ? എന്തെങ്കിലും അവിഹിതം നടന്നു എന്നറിഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും. മഹാദേവർമ്മയ്ക്കും നാരായണക്കുറിപ്പിനും മാത്രമല്ല, എനിക്കും ഉണ്ട് മുകളിൽ പിടി. പിടി മുറുക്കി പിടിച്ചോടെ, കൈവിട്ടാ താഴെ പോകും. അതുകൊണ്ട് പിടിച്ചോണ്ടേ ഇരി. തമ്പുരാൻ ധൈര്യമായിട്ട് പോവാ. നിങ്ങൾ അവകാശികൾ ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും, ലാഭം ഉണ്ടാക്കും. അത് സർക്കാരിലേക്ക് 1 പൈസ പോലും വെട്ടിക്കാതെ അടക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇറങ്ങാം. ഇനി എപ്പ കേറും? അയ്യോ കർത്താവേ. താങ്ക് യു സർ. അനന്തം പറഞ്ഞോണ്ടേ നടക്കുന്നു. ഇല്ലെങ്കിൽ നന്ദനവർമ്മയുടെ സുന്ദരമർമ്മ ഞാൻ ഇടിച്ച് പിഴിഞ്ഞു കലക്കി. ഒന്നും മിണ്ടാതിരിയടാ മഞ്ഞപ്രകാരം മാപ്പിളെ. ഒന്നുമില്ലെങ്കിൽ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാ. രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ വി ഹാവ് ടു റെസ്പെക്ട് ദം. സോറി സർ. നിന്റെ ഒരു ഒടുക്കലത്തെ പഴം. സാറേ ഞാൻ വെയിറ്റ് ചെയ്യണോ? താൻ വെയിറ്റ് ചെയ്യണ്ട, ഓട്ടോ വെയിറ്റ് ചെയ്താൽ മതി. ആരാ? ഈ ചെമ്പകശ്ശേരി വീട് തന്നെയല്ലേ? അതെ, എന്താ കാര്യം? ഞാൻ ബാബാ ബ്രദേഴ്സിന്റെ മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്നും പറയാം. ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു വിരോധമില്ല. ഏത് ബാബാ പ്രദേശത്തിന്റെ ഏത് മാനേജർ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, വിറ്റു കേട്ടു. അത് ഇപ്പോഴാണ് കേട്ടത്, വിറ്റിട്ട് കാലം കുറയായി. അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം. അതിന് താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാറ് വാങ്ങിയത് ആ ഡ്രൈവർ തന്നെയാ. ശമ്പള കുടിശ്ശേ ഒരുപാടായപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്ന അയാൾ കാറും കൊണ്ടുപോയി. ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്കുക. അപ്പൊ അതും പോയി. അല്ല, എന്താ കാര്യം? ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. നല്ല കുടുംബത്തിൽ നിന്ന ആളാവുമ്പോ ധൈര്യമായിട്ട് നിർത്താലോ എന്ന് കരുതി. വേറെ നോക്കാം. ഹലോ, ഒരു മിനിറ്റ് ഒന്നും വന്നേ. നമ്മൾ ആരാന്നാ പറഞ്ഞേ? നമ്മളാരാണെന്ന് അറിയില്ല, ഞാൻ ഈശ്വരപിള്ള. അല്ല, ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ അത് താൽക്കാലികമായിട്ടോ? തീരായിട്ട് വേണമെങ്കിൽ തലമുറയായി കൈമാറി ജോലി ചെയ്യാം. എന്ത് കിട്ടും? അസല് നല്ല കിട്ടും. അല്ല, ശമ്പളത്തിന്റെ കാര്യല്ലേ, നല്ല ശമ്പളം കിട്ടും. അതുകൊണ്ടൊരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം. ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ? നല്ല കഥയായി. ശമ്പളം മാത്രമല്ല, വേറെ പലതും കിട്ടും. ഓ, ഒരാളുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ, ബികോം വരെ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. അല്ല, 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വലിയ വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരും മുതലാളിമാർക്ക് ഇഷ്ടമല്ല. എങ്കിൽ ബികോം വരെ പഠിച്ചിട്ടുണ്ടോന്നൊന്നും പറയണ്ട. വല്ല 10ാം ക്ലാസ്സിൽ 3 or 4 കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി. വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട. വല്ല ഓവർ ബ്രിഡ്ജിനടിയിലാണ് താമസം എന്ന് പറഞ്ഞോ. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയ ഉപകാരമായി. ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഞാൻ തന്നെ. ശ്രമിച്ചു നോക്കാം. മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പ്ലീസ്, ഈ ജോലി എനിക്ക് എന്നെ വാങ്ങിത്തരണം. ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ. എന്താടാ നിന്റെ പേര്? പ്രേമേന്ദ്രൻ. പ്രേമചന്ദ്രൻ. പേര് തന്നെ പശ കാണല്ലോടാ. കുറെ കൂടെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാനല്ലേടോ തന്നോട് പറഞ്ഞേ? ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടാ തോന്നിക്കില്ല. പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ. ഓഹോ, എന്താണ് നിന്റെ കുടുംബ പേര്? അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അല്ലേലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബ പേരിന്റെ ആവശ്യമില്ല. ഈശ്വരപിള്ളേ, ഓ പാടോ. നല്ല പക്വതയും പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രേമനസിനെ ഒരുത്തനെ അവിടെ കൊണ്ടുവന്നിരിക്കണേ. കാഴ്ചക്ക് പ്രേമനസരാണെങ്കിലും ഉള്ളില് ഭരതഗോപിയ. പ്രണയരോഗം ലവലേശയില്ല. നീ പറഞ്ഞുകൊണ്ട് നിർത്താം. എന്തെങ്കിലും വൃത്തികേട് അവൻ കാണിച്ചാൽ മുട്ടുകാലി ഞാൻ തലി ഒടിക്കും. ഒടിച്ചോ? അവന്റെ 2 മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ. അവന്റെ അല്ല, നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. പ്രേമേന്ദ്രന്റെ പേരുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ, അനിയമ്പാവയും ചേട്ടമ്പാവയും ആരാണെന്ന് നീ അറിയും. പ്രേമേന്ദ്രനെ പെട്ടെടുക്ക്. എനിക്ക് അപ്പോഴേ അറിയാം
ഞാനല്ല, ആ പെമ്പിള്ളേരാണ്. നിന്നെ ജോലിക്ക് എടുത്തു എന്നാ ആ പറഞ്ഞത്. അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. വാ, താമസം കാണിച്ചു തരാം. അയ്യോ, പിള്ളച്ചേട്ടാ, എനിക്ക് അമ്പലത്തിൽ പോണം. ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിക്കോ. അമ്മൂട്ടി അമ്പലത്തിൽ കൊണ്ടാക്കി. ഇത് ഞാൻ കൊണ്ടുവച്ചോളാം. ഡോറ് തുറന്നു കൊടുക്ക്. ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത്? എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ? ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കേറാൻ? ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ? അതെ, വേഷം ഞാൻ തരാം. വാ വാ വാ. ഈശ്വര വിശ്വാസം ഇല്ലെന്ന് മാത്രം അവളോട് പറഞ്ഞേക്കരുത്. എന്താ പണി പോവും, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ചേച്ചി ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ആ ഡ്രൈവർ വരാൻ കാത്തു നിൽക്ക്. അയ്യോ, കാറിലാണ് പോകുന്നത്. ചേച്ചി, എനിക്ക് കോളേജിൽ പോകാൻ നേരമായി. അമ്പലത്തിൽ കയറിയൊന്ന് തൊഴുതിട്ട് പോവാം. അമ്പലത്തിൽ കയറിയ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും. ഇവിടെ അടുത്തല്ലേ അമ്പലം? എന്റെ പൊന്നു ചേച്ചിയല്ലേ, നടന്നു പോ പ്ലീസ്. ശരി. അളവ് കറക്റ്റ് ആണ്. ഇയാളെന്താ കല്യാണത്തിന് പോകുന്നോ? അമ്പലത്തിലേക്കല്ല, കോളേജിലേക്കാ പോണ്ടത്. ഈ കോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ. നല്ല ചെത്ത ഡ്രസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങട് വാ. മോളെ, ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരിടം വരെ പോണേണ്. അമ്മൂനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, ആ വീട്ടിൽ പറഞ്ഞ നേരത്തെ എത്തണം. മോളൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും. എന്താ അവന്റെ പേര് പറഞ്ഞത്? പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര, ഇത് ഞാൻ നിനക്ക് പറ്റിയ വേഷം. ഞാൻ കണ്ണടവിന് വെച്ച് ഇത് വെച്ചാൽ നിനക്കൊരു കാണാൻ പറ്റൂ. പുക പോലെ ഇത്തിരി കാണാം. വണ്ടി ഓടിക്കാൻ. ഓ, അതെന്തൊരു കോലം. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. കോളറ് ശരിയാക്കുക. നീ എന്താടാ സിനിമയിൽ അഭിനയിക്കാൻ പാടാ? കോളേജിൽ പോണത് നീയല്ലല്ല, മാളുവല്ലേ. അവ പോയി. മേലിൽ ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുതും. പോയി ഡ്രൈവറെ കുപ്പായിടാ. ഒരു വരി വൃത്തിയേട് കാണിക്കരുത്. ഇതെന്താ പ്രാന്തന്മാരുടെ വീടാ? ഓരോരുത്തർക്കും ഓരോ വേഷം. 3 പേരും കൂടി ഒരുമിച്ച് കയറി ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം. അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നിനക്കുള്ള വേഷം ഞാൻ എടുത്തോണ്ടിരാം. നീ ആരാടാ? ഡ്രൈവറ്. ഡ്രൈവറാ? ആരോട് ചോദിച്ചിട്ടാടാ എന്റെ ഡ്രസ് എടുത്തിട്ടത്? ഈശ്വര വിളിച്ചിട്ട് പറഞ്ഞിട്ടാ. അഴിക്കടാ. അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. അതും കേട്ട് നീ തുള്ളാൻ നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും. അഴിക്കടാ. ഇതും കൂടിയോ? അതും കൂടെ അങ്ങോട്ട് അഴിക്കടാ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. വേഗം കൊണ്ട് അഴിച്ചെടുക്കടാ. അഴിക്കടാ, അഴിക്ക്. ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ. എന്താണ് എത്ര താമസം? ഓടാ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് തിളങ്ങ. ഏതാ ഈ വെളുത്ത വിശാശേ? സുന്ദരൻ. മുതലാളിമാരെ ബന്ധുവാ. ബന്ധുവാണെങ്കിൽ എന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന വീട്ടിൽ താമസിച്ചൂടെ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ. വേഗം ഡ്രസ് മാറാ. കഴിച്ചു തുടങ്ങിയോ? സ്പെഷ്യൽ ക്ലാസ് ഉള്ള നേരത്തെ പോണം. അല്ലെങ്കിൽ എന്നാ നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളത്? കള്ളം പറയരുത്. കഴിഞ്ഞ മാസം 17-ാം തീയതി അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ നമ്മൾ ഒരുമിച്ചിരുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കിരുന്നുണ്ട് ശീലിച്ചവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ പാത്രത്തിൽ ശകലം പോലും ബാക്കി വെക്കാതെ മുഴുവനും കഴിച്ച മഹാനല്ലേ. പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ വീട്ടുകാർ പറഞ്ഞില്ലല്ലോ പെണ്ണ് എച്ചിൽ നിന്ന് വളർന്നവളാണെന്ന്. നീ പോടാ. ഭർത്താവിന്റെ ഇച്ചിഷ്ടം കഴിക്കുന്നതേ ഭാര്യയുടെ അവകാശമാ. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനും ബാക്കി വെച്ചിട്ടില്ല. ഒരാള് കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാള് കഴിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പിച്ചക്കാരാ. അതുകൊണ്ടല്ലേ ആദ്യ രാത്രിയിൽ പാല് മുഴുവൻ ഞാൻ തന്നെ കുടിച്ചത്. കേമത്തം പറയണ്ട. എല്ലാം ഷെയർ ചെയ്യുന്നതാ മാരീഡ് ലൈഫ്. അതിന് സ്നേഹം വേണം. ഇവിടെ ഒരാൾക്ക് പേരിലേ ഉള്ളൂ. ആരാ ഈ പേരിട്ടത്? പ്രേമേന്ദ്രൻ. പ്രേമിക്കാൻ അറിയാത്തൊരു പ്രേമേന്ദ്രൻ. നല്ല സാമ്പാറ്. രാധികയുടെ അദ്ദേഹത്തിന് നല്ല ഹ്യൂമർ സെൻസാ. ആ കൊച്ചൻ നല്ല മിടുക്കന്. എനിക്ക് അയാളൊരു മഹാബോറനായിട്ടാ തോന്നിയത്. ആളുകളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ വരുത്തിക്കൂട്ടിയൊരു സംസാരവും അത് കേട്ട് ചിരിക്കാൻ കുറെ പേരും. എല്ലാരും നിന്നെ പോലെ ആയാലും അങ്ങനെയാടാ പ്രേമ. ഈ വീടിന്റെ മുമ്പിൽ ഈ കണ്ട ജനം അത്രയും കൂടിയിട്ട് നീ കമാന്ന രക്ഷയും മിണ്ടിയോ? എന്നാ ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. അമ്മയും മരുമോളും കൂടി കുറച്ച് കോമഡി എഴുതാ. ഞാനത് പബ്ലിക്കിന് മുമ്പ് പറഞ്ഞിട്ട് ഹോ ഹോന്ന് ചിരിക്കാം. അയ്യ, തമാശ പറയുന്ന ആള്. തമാശ പറഞ്ഞില്ലേലും വേണ്ടില്ല. വലിയ സീരിയസ് ആകാതിരുന്നാ മതിയായിരുന്നു എന്റെ ദുശാസന. ഉണ്ണി ഞാനിന്ന് വരില്ല. ഞങ്ങളുടെ ഏരിയ മാനേജർ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. പിന്നെ ഒന്ന് പോടാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ജിൽജിലാക്കിയ ബുൽബനാക്കിയ ഒത്തു കാണും.
ഇല്ലളിയാ, ആദ്യം ഡ്യൂട്ടി. അത് കഴിഞ്ഞാ നാളെ സാറ്റർഡേ അല്ലേ, സൺഡേ പറ്റിയാലൊന്ന് കോവളത്ത് കൂടും. ആരാണ് കമ്പനിക്ക്? ആശാ ചെറിയനാണോ, ശ്രീലയാണോ, ഷാൻഡി പി തോമസ് ആണോ, ശാന്തിയാണോ, ആരാണ്? ഇത് അതൊന്നും അല്ലളിയാ, പുതിയ നമ്പരാ. വരുമ്പോ ഡീറ്റെയിൽസ് പറയാം. എടാ കോവളമാണ്, സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നാ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം. വേലി ചാടുമ്പം മുള്ളു കൊള്ളാതിരിക്കാനും ബോണിക്ക് അറിയാം മോനെ. വിനോദിനോട് പറഞ്ഞേ. ആ ശരി, ഓക്കെ. സോറി, ഒരു ശല്യായില്ലോ. ഇനിയും കോള് വന്നാ വിളിക്കാൻ മറക്കരുത്. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഫലിതബിന്ദു വെക്കാനല്ലേ വന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ എന്നെ അടിച്ചോ? അവൻ നിന്നെ ഇതേപോലെയാണ് അടിച്ചത്. അവൻ നിന്നോട് ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം. പോ. അയ്യോ, കൈ കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? 2 തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെത്തകളെ. തുടങ്ങിക്കോ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. തുടങ്ങിക്കോ. എന്ത് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ. മച്ചോ ഉള്ളി അരിയാം. ഓംലെറ്റ് വേണ്ട. കല്യാണത്തിന് വന്നിരുന്നില്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ല. ഇല്ലേ? ഇല്ല, ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. രസികനാണല്ലേ? അല്ല, രാമനാഥനാ. അപ്പൊ സംസ്കൃതത്തിൽ മാത്രമല്ല ഭരിതത്തിലും നിപുണനാണല്ലേ? കൂടെ നടക്കണുണ്ടല്ലോ. ഇതുപോലൊരു ഭരിതൻ തന്റെ നാവിന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു, കുളക്കടവിൽ വെച്ച്. പടിക്കെട്ടിലപ്പടി വഴുക്കിലാണല്ലോ. ഇവിടെ ആരുടോ താളി പിഴിഞ്ഞൊഴിച്ചത് അവിടെ ചോദിച്ചപ്പോ അബദ്ധം പറ്റി നമുക്ക് ആ കടവ് മാറിപ്പോയതാണെന്ന് ഞാൻ ആലോചിക്കാൻ വയ്യേ. എടോ, എന്നിട്ട് താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ? ഇതാ ഫലിതം. ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ഹലോ, അതെ, ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. മറ്റവനില്ലേ, അവനെ വിളിക്ക്. മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല. അതെ, കൊച്ചിൻ പ്രദേശിലെ ഒരു ബ്രദറാ ഞാനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്നാ പറയാം. പറയൂ. എടോ പന്നക്കഴിവീറുടെ മോനെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കയ്യും കാലും ഓടിച്ചു. ഇതായിരുന്ന കാര്യം. അതെ, ഞാൻ മറ്റവനെ വിളിക്കാം. ഗിരീഷ് കൊച്ചിൻ, ഒരു ഫോണുണ്ട്. ആരടാ? നിന്റെ ഏതോ ആരാധകനാണെന്നാ തോന്നുന്നേ. ഈ ആരാധകരുടെ ഓരോ ശല്യേ. എടാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത്? അതെ. എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്ര അധികം ആരാധകര്? ഞാനും അതാ ആലോചിക്കുന്നത്. ഞാൻ വേണേ കുറച്ചു പേരെ നിനക്ക് തരാം. എനിക്ക് വേണ്ട, നീ തന്നെ മൊത്തമായിട്ടങ്ങ് എടുത്തോ. ചെല്ലേ. ഓ, എന്തേ? അവരവരുടെ സാധനങ്ങൾ അവരവര് തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനിയനിട്ട് തെണ്ടികൾ ബിൽക്രീം എടുത്ത് തേക്കും. യെസ്, ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. കള്ള കഴിവേറി. ഹലോ, ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. ചേട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന്. മതിയടാ പറഞ്ഞത്. അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. മനസ്സിലായോടാ ചെറ്റേ? ചേട്ടാ, ചേട്ടൻ നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? ആരായിരുന്നു അത്? അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ. അതെ, എന്താ അയാള് പറഞ്ഞത്? കഴിവറുടെ മോനെ അടിച്ചതിന്റെ കണ്ണിയങ്ങളെയും എന്നാ അയാള് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ. എന്നാ വേഗം ചെല്ല്. നീയും വാ. അയ്യോ, ഞാനിപ്പോ ഒന്നും ശരിയാവില്ല. നമ്മുടെ സുമതി ഇല്ലേ, അവൾ എന്നെ രാവിലെ നോക്കി ഒന്ന് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞൊന്ന് മുട്ടി നോക്കണം, ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്. പൗഡർ ഇടാതെ മുട്ടിയാ മതി, കരിമുട്ടി. എവിടെ പോകാൻ ഒരുങ്ങി കിട്ടി? ഞാൻ കൊച്ചിന് പാല് കൊടുത്തോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ കുട്ടിയെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എത്ര പെർഫ്യൂം അടിച്ചിട്ടും അപ്പി കഴിയേണ്ട നാറ്റം ഇതുവരെയായിട്ടും പോയിട്ടില്ല. കുട്ടിയെ നോക്കി ഇവര് പരിചയമായിട്ടുള്ള നിനക്കല്ലേ? ഇന്നൊരു ദിവസം കൂടെ നോക്കണേ. അതങ്ങ് അച്ഛ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. കൊണ്ട് കളയാന്ന് വെച്ചാൽ നീയല്ലേ എടുത്തോണ്ട് വന്നു. നീ തന്നെ നോക്കിയാൽ മതി. ഇന്ന് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉള്ള ദിവസം പോയില്ലെങ്കിൽ എന്റെ പണി അറിയും. ഓ, ബാക്കിയുള്ളവരൊക്കെ അവിടെ ജോലിയും കൂലിയില്ലാതെ നിൽക്കുമല്ലേ?
ഇന്നൊരു ദിവസം കൂടെ പോണി ലീവ് ഇട്. കൊച്ചിനെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓഹോ, നമ്മളും അങ്ങ് ഒരുങ്ങി പുറപ്പെട്ടോ? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ഇന്ന് അങ്ങനെ ആരും സൂചിക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടെ കൊച്ചിനെ നോക്കാം. ഇങ്ങോട്ട് മാറി. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും കൂടെ നറുക്കിട്ട് ആരാന്ന് വെച്ചാൽ തീരുമാനിക്കും. അങ്ങനെ ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് 2 പേരായിട്ട് വേണ്ട. എന്തേ ഇന്ന് ഡയറക്ടർ വരുന്ന ദിവസം എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നലെ കൊച്ചിനെ നോക്കി ഏത് ഒപ്പിപ്പെടും? അയ്യടാ, അപ്പൊ നീ വരുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയത് ഏത് ഒപ്പിപ്പെടുത്തും? സൈലൻസ്. നമുക്ക് നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാ നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. ഐശ്വര്യമായിട്ടൊന്നെടുത്തേ. ഈശ്വര, വിനോദ്, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. 10 മണിക്ക് പാല്, 11 മണിക്ക് സെർലാക്ക്. അപ്പിയിട്ടാൽ കഴുകാൻ മറക്കരുത്. പെർഫ്യൂം അലമാരിൽ തന്നെ ഇരിപ്പുണ്ട്. കഷ്ടം. ചേട്ടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ, വൃത്തികെട്ടവൻ തെണ്ടി. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. കൊണ്ടുപോകാടി, എല്ലാം ഒന്ന് നേരെ ചൊവ്വേ ആവട്ടെ എന്ന് കരുതി. പിന്നെ രാജാവും മന്ത്രിയും പരിവാരങ്ങളൊക്കെ ആയി. ഒരു രാജ്ഞിയുടെ കുറവ് കൂടി ഉണ്ടവിടെ. ചിരിക്കൊന്നും വേണ്ട. ആ കുറവ് നികത്താൻ അമ്മാവനെ കാണാൻ ഇന്നോ നാളെയോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാജാവാക്കിയത് പോരെ, ഇനി പട്ടമഹിഷിയും അമ്മാവൻ തന്നെ സംഘടിപ്പിച്ച് തരണോ? പട്ട ഞാൻ സംഘടിപ്പിച്ചോളാം. പക്ഷെ എന്നെ മഹിഷി അമ്മാവന്റെ കസ്റ്റഡിയിലാക്കി പോയില്ലേ. മോഹം കൊള്ളാം. നിനക്കെന്താ മോഹമില്ലേ? മോഹിച്ചാ പോരല്ലോ, തീരുമാനിക്കേണ്ടത് അച്ഛനല്ലേ. അമ്മാവൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം ഞാൻ വരും പല്ലക്കുമായിട്ട് എന്റെ തമ്പുരാട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ. പല്ലക്കൊന്നും. ഹിസ് ഹൈനസ് അനന്ത പത്മനാഭന് കൊട്ടാരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. പോട്ടെ. കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ? താങ്കൾ ഉറങ്ങുക. ആ കുട്ടി കുറച്ചേരം അവിടെ കിടന്ന് കരയട്ടോ. എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഓർക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. കഷ്ടം കേട്ടാ. ദേ, ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടീനെ ഇവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ഇവിടെ എഴുതിട്ടിരിക്കണല്ലേ കിങ്ങിണി അമ്മൂമ്മ. ഞാനിപ്പോ ഉറങ്ങാൻ എന്താ ചെയ്യാ? നീ എന്താണ് സർക്കസ് കളിക്കണം? വലതുകാലം വെച്ച് കയറാൻ നോക്കിയതാ. വണ്ടി കയറാ. ഓ, ഭണ്ഡാരം സമരക്കാര. എന്താടാ പ്രേമേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്കം വായിച്ചേ. അനിയൻ കഴുത്തിന് പിടിക്കും. എന്താടാ ചെവിയെ കൂലെ നിനക്ക്? വായിക്കടാ. വായിക്കണാടാ പറഞ്ഞേ. മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡ് എഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ വക ഒരു ചെറിയ സംഭവം. തിന്ന ചോറിന് നന്ദി പറടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ചേട്ടമ്പോവയ്ക്ക് അനിയമ്പോവയ്ക്കെതിരെ ആരെങ്കിലും ഈ നാട്ടിൽ ശബ്ദിച്ചിട്ടുണ്ടോ? പിരിഞ്ഞു പോണ പോലെ. എവനാള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വര പിള്ളേ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേരെ. ഓ അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ നീ വണ്ടി ഒന്ന് തുടച്ചത്. പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്ന് അറിയാം.
കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ അതോ, കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ.